അതായത് ഒരുപാട് വർഷം പഴക്കമുള്ള ഒരു അമ്പലമാണിത്. അപ്പൊ നമുക്ക് ദേവിയുടെ അനുഗ്രഹത്തിൽ എന്റെ കൂട്ടുകാരൻ റോഡ് എക്സ്പാൻഷനും കാര്യങ്ങളൊക്കെ കണ്ട സൂപ്പറായി വഴികളും കാര്യങ്ങളൊക്കെ. അപ്പൊ അതാ നമ്മളിതാ ഇന്നസെന്റ് ഏട്ടന്റെ വീടിന്റെ ഫ്രണ്ടിൽ എത്തി. എനിക്ക് കുറച്ച് ടെൻഷനൊക്കെ ഉണ്ട് കേട്ടോ, അവിടെ ആൾക്കാരൊക്കെ ഉണ്ട്. എന്നാലും നമ്മള് വീടിന്റെ ഫ്രണ്ട് പോവാണ്. ഇതാ കണ്ടില്ലേ, ഇന്നസെന്റ് ഏട്ടന്റെ വീടാണ്. ഇന്നസെന്റ് ഏട്ടന്റെ ഇവിടെ ആരെങ്കിലും ഉണ്ടാവും? ഇന്നസെന്റ് ഇതാ പാർപ്പിടം ആളുടെ. ഹായ്, നമ്മുടെ ചാനൽ ദാ ഇഞ്ചി മിഠായിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഇതാ നമ്മുടെ ഊരകത്തമ്മ തിരുവടിയുടെ അടുത്താണ്. ഇവിടെ നിന്നാണ് നമ്മുടെ നെക്സ്റ്റ് എപ്പിസോഡിന്റെ ഇൻട്രോ നമ്മൾ ചെയ്യുന്നത്. കുറച്ച് ചേട്ടന്മാരൊക്കെ ഇതിൽ പാസ് ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. അവരൊക്കെ വിചാരിക്കുന്നത് ഈ പെങ്കൊച്ചിന് എന്താ വട്ടാണോ എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും. സാരമില്ല, എന്നാലും നമ്മുടെ ഈഗോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്കൊരു സക്സസ് ഉണ്ടാവുക എന്നാണല്ലോ പറയുന്നത്. അപ്പം ഞാൻ എൻ്റെ ഈഗോ ബ്രേക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മൾ ഇന്ന് പോകുന്നത് ഇന്നസെന്റ് ഏട്ടന്റെ വീട്ടിൽ. ജസ്റ്റ് നമ്മളവിടെ പോകുന്നു. നമുക്കറിയാം ഇപ്പൊ എല്ലാവരും കൊറോണ ആയ കാരണം ആരും വീടിനകത്തോട്ടൊന്നും കയറ്റില്ല എന്നറിയാം. എങ്കിൽ പോലും നമ്മൾ അവരൊരു വീടൊക്കെ ഒന്ന് പിടിച്ചിട്ടാണ് പോകുന്നത്. പിന്നെ ഈ അമ്പലത്തെ പറ്റി പറയാതിരിക്കാൻ വയ്യ. ഊരകത്തമ്മ തിരുവടി. ആദ്യം ദേവിയുടെ അനുഗ്രഹം വേണം നമുക്ക് എന്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. പിന്നെ ഈ അമ്പലത്തിന് ഏകദേശം 108 ദുർഗാദേവി ക്ഷേത്രങ്ങളിലെ ഒന്നാണിത് കേട്ടോ. ഈ ക്ഷേത്രത്തിനൊരു പ്രത്യേകതയുണ്ട്. എന്താ, ഇവിടെ വളരെ അതായത് ഒരുപാട് വർഷം പഴക്കമുള്ള ഒരു അമ്പലമാണിത്. അപ്പൊ നമുക്ക് ദേവിയുടെ അനുഗ്രഹത്തിൽ എന്റെ കൂട്ടുകാരൻ കാണുന്നു വിചാരിച്ചില്ല. പക്ഷെ എന്തായാലും നമ്മുടെ ബ്ലോഗിന്റെ ഒരു സ്റ്റാർട്ട് ആയിട്ട് ഇവര് മാസ്ക് മാറ്റും. ഓക്കെ, എന്റെ കട്ട ഫ്രണ്ടാണ്. ഞങ്ങള് അയൽപക്കക്കാരായിരുന്നു. പക്ഷെ നീ എന്താ ഇപ്പൊ ഇവിടെ വന്നേന്ന് ആണല്ലേ? ഓക്കെ, അപ്പൊ ഞാൻ ഇവനെ കണ്ടു. അപ്പൊ ഇനി നമ്മുടെ ഊരകത്തമ്മ തിരുവടിനെ കുറിച്ച് എന്തെങ്കിലും പറയാനാണ് ഓക്കെ. അപ്പൊ താങ്ക്സ്. ഓക്കെ, ബൈ. അപ്പൊ നമ്മളിതാ അവിടെ നിന്ന് പോവാണ്. നമുക്കിനി നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യാം. ടാറ്റാ, ബൈ. ഇത് പഴയ പാലം, അത് പുതിയ പാലം. പാലത്തിന്റെ വ്യൂ ട്ടാ, ഇങ്ങനെ കിടക്കില്ലേ. അപ്പൊ വണ്ടികളൊക്കെ അവിടെ നിന്ന് പോകുന്ന കാരണം ഞാൻ അതിന്റെ മേലെ നിന്ന് എടുക്കാത്തത്. കണ്ടോ, പൊട്ടി പൊളിഞ്ഞ് കിടക്കുക അവിടെ ഇവിടെയൊക്കെ. അപ്പൊ നമുക്ക് പുതിയ പാലത്തിന്റെ അവിടെ കയറിയിട്ട് ഒരു വ്യൂ കൂടി എടുത്തിട്ട് പോവാം. അയ്യോ, ഞാൻ മാസ്ക് ഇത്ര നേരമായിട്ട് ഊരിയിട്ടുണ്ടായിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ കുറച്ച് ചേട്ടന്മാരൊക്കെ ഉണ്ട്. അവർ വിചാരിക്കും ഈ പെങ്കൊച്ച് എന്താണാവോ ക്യാമറയൊക്കെ കൊണ്ടിട്ട് എന്താ സംഭവം എന്നൊക്കെ വിചാരിച്ചിരിക്കുമല്ലോ. അത് കാരണം ഞാൻ ഇത് മാസ്ക് ഊരാഞ്ഞത്. അപ്പൊ നമുക്ക് പുതിയ പാലത്തിന്റെ വ്യൂ കാണാനായിട്ട് പോവാം. അവിടെ നിന്ന് എങ്ങനെയാണ് നമ്മുടെ ഈ പുഴയുടെ വ്യൂ എങ്ങനെയാ വരുന്നതെന്ന് നമുക്ക് നോക്കാം. കുറെ കാലങ്ങളായിട്ടേ കൊറോണയൊക്കെ ആയ കാരണം പുറത്തേക്കൊന്നും ഇറങ്ങാണ്ട് ഇപ്പൊ ഇങ്ങനെ പുറത്തുള്ള സ്ഥലങ്ങളൊക്കെ കാണുമ്പോഴേ കൊതിയാവുക സത്യം പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ഭയങ്കര ഇങ്ങനെ വീടിനകത്ത് തന്നെ നമ്മൾ ഇരിക്കുമ്പോ കുറച്ച് ഒന്ന് ഡസ്പൊക്കെ ആയി പോവും. ഒന്ന് ജസ്റ്റ് പുറത്തിറങ്ങുക, പക്ഷെ സോഷ്യൽ ഡിസ്റ്റൻസിങ് കീപ്പ് ചെയ്യുക, മാസ്ക് ധരിക്കുക, എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഓവർകം ചെയ്യാം എല്ലാത്തിനെയും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് കൊറോണ. സോറി, പറഞ്ഞത് തെറ്റിപ്പോയി. മനസ്സിലാക്കിപ്പിക്കുകയാണ് കൊറോണ. എനിക്കൊരു പ്രശ്നമുണ്ട്. ഞാൻ ഉദ്ദേശിക്കുന്നതൊന്നും പറയുന്നത് വേറൊന്നാവും. അത് എന്നെ ഒരു ഇത് നന്നായിട്ട് അറിയണവർക്ക് അറിയാം. ഭയങ്കര ആക്സിഡന്റ് പ്രോൺ ഏരിയ ആണ് കേട്ടോ ഈ പുതിയ പാലം, വലിയ പാലം. ഭയങ്കര ആക്സിഡന്റ് പ്രോൺ ഏരിയ ആണ്. അത്യാവശ്യം ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം. ഞാൻ ഈ വ്യൂ കാണിച്ചു തരാം റോഡിന്റെ. അത്യാവശ്യം എല്ലാവരും നോക്കുന്നുണ്ട് ഈ പെങ്കൊച്ചിന് എന്താന്ന് വിചാരിച്ചിട്ടാവും. കരുവന്നൂര് പുഴയാണ് കേട്ടോ. അയ്യോ, ഞാൻ ഈ പുഴ ഏതാന്ന് പറയാൻ മറന്നുപോയി. കരുവന്നൂര് പുഴയാണ്. അതിന്റെ വ്യൂ നമ്മുടെ പുതിയ പാലത്തിൽ നിന്നിട്ട് പഴയ പാലത്തിന്റെ വ്യൂ നിങ്ങൾ കണ്ടു. നമ്മുടെ പുഴയുടെ വ്യൂ കണ്ടില്ലേ? ഇപ്പൊ 2 പാലങ്ങളും കണ്ടില്ലേ, പഴയതും പുതിയതും. പണ്ടൊക്കെ ബസ് പോയിരുന്ന വഴിയായിരുന്നു അതൊക്കെ. മാറ്റി റൂട്ടൊക്കെ ചേഞ്ച് ചെയ്തു. പുതിയ പാലൊക്കെ കൺസ്ട്രക്ട് ചെയ്തപ്പോൾ സ്ട്രോങ് ആയി, ഡബിൾ സ്ട്രോങ് ആയി. നമ്മളിപ്പോൾ
റോഡ് എക്സ്പാൻഷനും കാര്യങ്ങളൊക്കെ കണ്ട സൂപ്പറായി വഴികളും കാര്യങ്ങളൊക്കെ. അപ്പോഴേ നമുക്ക് പോവാൻ നോക്കിയാലോ. നമ്മൾ പറഞ്ഞ് കുറേ ലാഗ് ചെയ്യിപ്പിക്കണ്ട. അപ്പൊ നമുക്ക് പോവാട്ടാ. അപ്പൊ അതാ നമ്മളിതാ ഇന്നസെന്റ് ഏട്ടന്റെ വീടിന്റെ ഫ്രണ്ടിൽ എത്തി. എനിക്ക് കുറച്ച് ടെൻഷനൊക്കെ ഉണ്ട് കേട്ടോ, അവിടെ ആൾക്കാരൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മള് വീടിന്റെ ഫ്രണ്ടിൽ പോവാണ്. ഇതാ കണ്ടില്ലേ, ഇന്നസെന്റ് ഏട്ടന്റെ വീടാണ്. ഇന്നസെന്റ് ഇതാ പാർപ്പിടം ആളുടെ അടിപൊളിയായിട്ടുണ്ടല്ലേ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ആളുടെ വീടും കാര്യങ്ങളൊക്കെ. പിന്നെ ഇവിടെ പുറത്ത് ആദ്യം ആൾക്കാരൊന്നും ഇല്ല. ഇവിടെ അടുത്ത് പുറത്തുള്ളവരായിട്ട് എന്തെങ്കിലും ഒന്ന് സംസാരിക്കാമെന്ന് വിചാരിക്കണം. നമുക്ക് പരിചയമുള്ള ആരും ഇല്ല. കാറുകളൊക്കെ കിടപ്പുണ്ട്, ബെൻസൊക്കെ കിടപ്പുണ്ട്, അങ്ങനെ 2-3 കാറുകളൊക്കെ കിടപ്പുണ്ട്. പക്ഷെ ആളില്ല എന്നാണ് തോന്നുന്നത്. പുറത്തൊന്നും ആളെ കാണുന്നില്ല. അല്ലെങ്കിൽ നമുക്കൊന്ന് കയറി നോക്കായിരുന്നു. അപ്പൊ നമുക്കേ അടുത്ത് പുറത്തിരിക്കുന്ന ആരുടെ അടുത്തെങ്കിലും ഒന്ന് പോയാലോ, വീട്ടിലങ്ങനെ ഒന്ന് നോക്കിയാലോ. മോളെ അമ്മയില്ലേ? ആ ചേച്ചി, ഇവിടെ ഇന്നസെന്റ് ഏട്ടന്റെ വീട്ടില് അവരുണ്ടോ? ഉണ്ടോ? ആക്സസ് കിട്ടും. ചേച്ചി ഹെൽപ്പ് ചെയ്യും തോന്നുന്നു. എന്താ ഉണ്ണോളുടെ പേരെന്താ? ആൻഡ്രൂസാ. അവന്റെ പേരാണോ ആൻഡ്രൂസ്ന്ന്? ആ, മോളുടെ പേരാണോ ആൻഡ്രൂസ്ന്ന്? ആഹാ, എത്രയിലാ പഠിക്കണേ? 1-ലോ? ക്ലാസ് ഉണ്ടോ? അപ്പൊ ഓൺലൈൻ ക്ലാസ് ഉണ്ടോ? ഒരു പാട്ട് പാടിത്തരോ എനിക്ക്? പാടടോ. ഇന്നസെന്റ് ഏട്ടന്റെ അവിടെ ആരെങ്കിലും ഉണ്ടോ? അതെ അതെ, ഞങ്ങൾക്കൊന്ന് അങ്ങോട്ട് കേറാനായിട്ടൊന്ന് ഒന്ന് ആരെങ്കിലും ഉണ്ടെങ്കിൽ. അതെ അല്ലേ? അതെയാ, ഒന്നും പോണില്ല അല്ലേ? അതെ, ഇവിടെ ഒരു സെക്യൂരിറ്റി ചേട്ടൻ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് നോക്കി നോക്കാം എങ്ങനെയാണ്. ആ സെക്യൂരിറ്റി ചേട്ടൻ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് ഇന്നസെന്റങ്ങളെ കാണാൻ പറ്റിക്കഴിഞ്ഞാൽ നല്ലതല്ലേ. ഒന്ന് നോക്കി നോക്കാം. ഞാൻ ഇന്നസെന്റ് ചേട്ടനെ കാണാനായിട്ട് ഒരു വഴിയില്ല, ഇവിടെ ആരും ഇല്ല എന്ന് തോന്നുന്നു. ഉണ്ടെങ്കിൽ തന്നെ അവരൊക്കെ പുറത്തിരിക്കുന്നതാണെന്നാ പറഞ്ഞത് അടുത്ത ഭാഗത്ത് ചോദിച്ചപ്പോഴേ. അപ്പൊ നമുക്ക് അതൊക്കെ പോയാലോ.